Hi traders, this is Junaid. വെൽക്കം ബാക്ക് എലമെന്റൽ ട്രേഡിംഗ്. ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോട്ട് സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ വരാനുണ്ടായ മെയിൻ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള കോണ്ടന്റ്സ് എല്ലാം യൂട്യൂബിനകത്ത് നമ്മൾ എസ്പെഷ്യലി ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് സ്ട്രാറ്റജിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ജേർണലിംഗ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എവറിത്തിങ് നമ്മൾ ഈ ട്രേഡിംഗ് ചാനലിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ? ഒരുപാട് എസ്എംസി കോഴ്സ് ആണെങ്കിലും ഐസിടിയുടെ തിയറീസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാനായിട്ടും എൻ്റെ ടീം മെമ്പേഴ്സ് ആയിട്ടെല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത്രയൊക്കെ സ്ട്രാറ്റജി പഠിപ്പിച്ച് കഴിഞ്ഞാലും ഇതിന്റെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഒരൊറ്റ സാധനം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം പ്ലാനെയും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് സൈസ് കാൽക്കുലേഷൻ. സിംപ്ലി നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ട്രേഡിൽ എത്ര പേഴ്സണേജ് റിസ്ക് ചെയ്യണം എന്നുള്ളതും ഈ റിസ്ക് ചെയ്യേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ എങ്ങനെ നിങ്ങൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഡിസ്കസ് ചെയ്യേണ്ടായിട്ടുള്ള മെയിൻ ഇൻസിഡന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 to 2 വീക്സ് ആയി. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോ ഞാൻ നിങ്ങളുടെ എസ്എംസി കോഴ്സ് യൂട്യൂബിനകത്തുള്ള നോളജ് ഞാൻ ഓൾറെഡി കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് മുമ്പ് ഞാൻ പല കോഴ്സും കണ്ടിട്ടുണ്ട്. ഓൾസോ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റിൽ എനിക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് അതിനകത്ത് അത്യാവശ്യം നല്ല സക്സസ് റേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോൺസെപ്റ്റ് മാത്രമല്ല. സോ ആ ഒരു പയ്യന് അവൻ ഇതുവരെ ലേൺ ചെയ്ത എല്ലാ കാര്യത്തിലും അവന് അത്രയും പെർഫെക്റ്റ് ആയുള്ളൊരു കോൺഫിഡൻസ് അവൻക്കുണ്ട്. പക്ഷെ സ്റ്റിൽ അവന് എൻഡ് ഓഫ് ദി ഡേ ലോസസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ട്രേഡ്സ് അവൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ അവന് പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസ് ലോട്ട് സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അവന് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. സോ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇനിയും വളരെ കുറച്ച് പേരിലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നു. സോ ഒരു വൈഡ് ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ട്രേഡേഴ്സ്, ട്രേഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്ത ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ വളരെ കുറച്ച് പേരുണ്ട്. സോ, ആ വളരെ കുറച്ച് പേരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. സോ ഒരു പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ ലോട്ട് സൈസ് കാൽക്കുലേഷന്റെ മെയിൻ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ എന്തുകൊണ്ട് പൊസിഷൻ സൈസ് അല്ലെങ്കിൽ ലോട്ട് സൈസ് കാൽക്കുലേഷൻ നമുക്ക് ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ സോളാണ് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ബോഡി ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ബോഡിക്ക് എന്ത് വേണം? ഒരു ജീവൻ വേണം. ഓക്കെ. എന്നാൽ മാത്രം അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സിമ്പിൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെന്ന വ്യക്തി അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ വേറെ ആരോ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ക്യാരക്ടർ നിങ്ങൾക്ക് ഏതോ ഒരു നിമിഷം നിങ്ങൾക്ക് എന്തായാലും ലോസ്റ്റ് ആയി. ആൻഡ് തിരിച്ച് നിങ്ങൾ അതിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിരുന്ന സാധനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയ പോലെ ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ എത്രയൊക്കെ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സ്റ്റിൽ സീറോ ആണ്. സിംപ്ലി നിങ്ങളുടെ അതിനകത്തൊരു 50-50 വിന്നിംഗ് റേഷ്യോ ഉള്ള സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ. ഈ 50-50 വിന്നിംഗ് റേഷ്യോ ഉള്ള സ്ട്രാറ്റജിയിൽ നിങ്ങൾ ആ 50 ട്രേഡ്സ് എടുത്തിട്ട് ഒരു 100 ട്രേഡ്സ് എടുത്ത് 50 ട്രേഡ്സ് ലൂസായി ആൻഡ് ബാക്കി 50 ട്രേഡ്സ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. ഈ 50 ട്രേഡ്സ് നിങ്ങൾ പ്രോപ്പർ മണി അല്ലെങ്കിൽ ടോട്ടൽ 100 ട്രേഡ്സും നിങ്ങൾ പ്രോപ്പർ മണി മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സ്റ്റിൽ സക്സസ്ഫുൾ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങള് ടോട്ടൽ നമ്പർ ഓഫ് 100 ട്രേഡ്സ് എടുത്തു. നിങ്ങൾ 1% ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നത്. റിസ്ക് റിവാർഡ് എടുക്കുന്നത് 3%. സോ 50 ട്രേഡ്സ് നിങ്ങൾക്ക് ലൂസ് ആയി. സോ ഓൾറെഡി നിങ്ങളുടെ ക്യാപിറ്റൽ 50% വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. സ്റ്റിൽ അതിന്റെ ബാലൻസിൽ എത്രയാണ് 50%. നിങ്ങൾ 1:3 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ ട്രേഡ്സും നിങ്ങൾ ഒരേപോലെ തന്നെയാണ് പൊസിഷൻ സൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിൽ 1:3 നിങ്ങൾക്ക് റിവാർഡ് എടുത്തിട്ട് ബാക്കി എക്സസ് വരുന്ന 50% നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആദ്യം സംഭവിച്ച 50% പോയി കഴിഞ്ഞാലും സ്റ്റിൽ നിങ്ങൾ എന്തുണ്ട് 100% സ്റ്റിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റബിൾ ആണ്. സോ അതെങ്ങനെയാ ആയത്? ടോട്ടൽ നിങ്ങൾ 1:3 എടുക്കുന്ന സമയത്ത് ഈച്ച് ട്രേഡ് 1:3 എടുക്കുന്ന സമയത്ത് ടോട്ടൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് നിങ്ങൾ 50 ആണ്. അതിന്റെ മൾട്ടിപ്ലൈ 3 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 150 അല്ലേ? ഈ 150യിൽ നിന്നും ഓൾറെഡി നിങ്ങൾ 50 എന്തായാലും ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ 150ൽ നിന്ന് 50 പോയാൽ ബാക്കി എക്സസ് വരുന്നത് എത്ര? 100 ആണ്. വിച്ച് മീൻസ് നിങ്ങളുടെ ക്യാപിറ്റലിലെ 1x നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ 200x നിങ്ങൾക്ക് 200% നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റ് ട്രേഡിങ്ങിനകത്ത് അത്രയും പവർഫുൾ ആണ്. ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ
ട്രേഡിങ്ങിന്റെ സോളാണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് മണി മാനേജ്മെന്റിന്റെ 3 മെത്തേഡ്സ് ആണ്. ഒന്നാമത് നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഒരു പൊസിഷൻ സൈസിങ് വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള മണി മാനേജ്മെന്റ് മെത്തേഡ്. തേർഡ് വൺ ഈസ് പൊസിഷൻ സൈസിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മുടെ MT4, MT5 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പൊസിഷൻ സൈസിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. സോ ഞാനിവിടെ ആദ്യത്തെ 2 മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തേർഡ് മെത്തേഡ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം ശ്രമിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസ് ഒന്നെങ്കിൽ കമന്റ് ബോക്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. വളരെ ചെറിയ കോസ്റ്റാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓൾസോ പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ്ങും പേഴ്സണലൈസ്ഡ് സെഷൻസും നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. ഓൾസോ നിങ്ങൾ ട്രേഡിങ്ങിനകത്തേക്ക് ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എലമെന്റൽ ട്രേഡിങ്ങിന്റെ ഇപ്പോൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ പബ്ലിക് ആക്കിയിട്ടുണ്ട്. വിച്ച് മീൻസ് പബ്ലിക്കിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ പേഴ്സണലി ഇവിടെ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പിള്ളേർക്ക് വേണ്ടി, ഐ മീൻ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി. സോ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരാം, മോണിറ്റർ ചെയ്യാം. നിങ്ങൾക്ക് ആ ട്രേഡ്സിന്റെ ഭാഗമായിട്ട് ട്രേഡ് എടുക്കാം. എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ ഇടുന്ന സെറ്റപ്സും കാര്യങ്ങളും ഓക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സെറ്റപ്സ് ഇവിടെ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ വന്ന എൻട്രി എടുക്കാം, ലൈൻസ് കാര്യങ്ങളെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, എൻട്രീസോ കാര്യങ്ങളെല്ലാം എടുത്താൽ മതി. സോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗം താല്പര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഡിസ്കോഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു വീഡിയോസ് കാണുന്ന സമയത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വൺസ് കമ്മ്യൂണിറ്റി അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഡിസ്കോഡ് അല്ല ഇൻസ്റ്റാഗ്രാം ത്രൂ ചോദിക്കാൻ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ പ്രൊഫൈൽ താഴെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ മൾട്ടിപ്പിൾ ടൈം സസ്പെൻഡ് ആയതാണ്. എന്തുകൊണ്ടാണ് റീസൺ ഒന്നും എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ത്രൂ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൊസിഷൻ സൈസിങ്ങിന്റെ അല്ലെങ്കിൽ ലോട്ട് സൈസ് കാൽക്കുലേറ്ററിന്റെ ഫസ്റ്റ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ഫോണിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നമ്മുടെ USD കോറിലേറ്റഡ് ആയിട്ടുള്ള പെയർസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ യൂറോ USD, GBP USD, OD USD, NZD USD, ഓൾസോ നമ്മുടെ ഗോൾഡ് XA USD പോലുള്ള പെയർസിൽ മാത്രമേ ഈ ഒരു മെക്കാനിക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടൂളാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിനകത്തുള്ള പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയുമെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഈ പൊസിഷൻ സൈസിങ്ങിനകത്ത് നമുക്ക് കുറച്ച് ഏരിയാസ് ഉള്ളതാണ്. ഒന്നാമത്തെ നമ്മുടെ ഗ്രീൻ ഏരിയ. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് സൈഡിനെയാണ്. ആൻഡ് താഴെ റെഡ് ഏരിയ ഉണ്ടാവും. ഇത് നമ്മുടെ ലോസ് സൈഡിനെയും ആൻഡ് ഇത് രണ്ടിനെയും മിഡിലായിട്ട് ഒരു ലൈൻ ഉണ്ടാവും. ഇറ്റ്സ് നമ്മുടെ എൻട്രി പോയിന്റ് ആണ്. ഓക്കെ. സോ ഇതിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഇപ്പോൾ ടാർജറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂസ് കാണും. 0.0066 ആൻഡ് പെർസെൻറ്റേജിൽ ഐ മീൻ ബ്രാക്കറ്റിൽ പേഴ്സൻറ്റേജ് 6.61 ആൻഡ് എമൗണ്ട് ഇത്തരം കാര്യങ്ങളുണ്ടാവും. അതേപോലെ താഴെ ഉണ്ടാവും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് 0. ഈ വാല്യൂസ് നിങ്ങൾ നോക്കണ്ട. അവിടെ എനിക്ക് ഒരു വാല്യൂസ് കാണാൻ തൊട്ട് എനിക്ക് 1.7 എന്നുള്ള വാല്യൂ കാണുന്നുണ്ടാവും, എമൗണ്ട് കാണുന്നുണ്ടാവും. സോ ഇത് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ എത്ര പിപ്സ് ആണ് ടാർജറ്റ് വെക്കുന്നത്. 6.6 എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ പിപ്സ് ആണ്. ഓക്കെ. ആൻഡ് താഴെ അത് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ നിങ്ങൾക്ക് 1.7 ചില 1.7 പിപ്സ് നിങ്ങൾ റിസ്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് വാർഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി പറ്റും. സോ നിങ്ങൾ നോക്കുക റിസ്ക് റിവാർഡ് റേഷൻ സെൻട്രൽ കാണുന്നില്ലേ, ഇത് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ പേഴ്സണൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് കാണിക്കുക. അപ്പോൾ ഇപ്പോൾ കറന്റ് കാണിക്കുന്നത് 3.5 ആണ്. സോ ഞാനൊരു 1:3 ആണ് റിസ്ക് റിവാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചോ. ഓക്കെ. ഇവിടെ റിസ്ക് റിവാർഡ് എത്ര 3 ആയിട്ടുണ്ട് അല്ലേ, ജസ്റ്റ് 3 ആയിട്ടുണ്ട്. അപ്പം ഈ 3 വിച്ച് മീൻസ് ഞാൻ ഇവിടെ താഴെ 1.7 പിപ്സ് റിസ്ക് ചെയ്യുമ്പോൾ അതിന്റെ 1:3 റിസ്ക് റിവാർഡ് എടുക്കുമ്പോൾ 5.1 പിപ്സ് ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് ടാർജറ്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മുകളിൽ എനിക്ക് 5.1 എന്ന് കാണിക്കുന്ന പിപ്സ് ആണ് ആൻഡ് താഴെ കാണിക്കുന്ന 1.7 എന്താണ് പിപ്സ് ആണ്. വിച്ച് മീൻസ് നിങ്ങളുടെ ഇത് കറൻസിയുടെ ഓക്കെ സെൻറ്ററിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡും കാണിക്കും. സോ ഇതിന്റെ ബേസ് ആയ സാധനമാണ്. ഇതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര പിപ്സ് ആണോ റിസ്ക് ചെയ്യുന്നത് അനുസരിച്ചാണ്, അല്ലെങ്കിൽ എത്ര പിപ്സ് ആണ് ട്രേഡിനകത്ത് റിസ്ക് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലത്തെ നമുക്ക് വേറെ സാധനമുണ്ട്. ഇതിന് നേരെ ഇതിപ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഷോർട്ട് പൊസിഷനും ടൂൾ വരുന്നുണ്ട്. ഓക്കെ. ഷോർട്ട് പൊസിഷനും വരുന്നുണ്ട്. ഇതിന്റെ കളർ വേറെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഗ്രേ, മുകളിൽ കാണുന്ന എന്താ പറയാ, ഗ്രേ അല്ലെങ്കിൽ ഹാഷ് കളർ നമുക്ക് വരുന്നത് ലോസ് സൈഡിനെയും, താഴെ കാണുന്ന ബ്ലൂ എനിക്ക് പ്രോഫിറ്റിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ 1.9 പിപ്സ് റിസ്ക് ചെയ്യുമ്പോൾ താഴത്തിൽ എടുക്കുക റിവാർഡ് എടുക്കുന്ന 1:3 നോക്കുമ്പോൾ 5 പോയിന്റ്സ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയുള്ള കാര്യങ്ങൾ വന്നത്. ആൻഡ് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ സൈസ് അല്ലെങ്കിൽ ലോട്ട് സൈസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഓഡിയോസ് എന്ന് പറഞ്ഞ പേരിനകത്ത് ഒരു ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. നിങ്ങൾ നിങ്ങൾക്കൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ കിട്ടിയിട്ടുണ്ട്. ഈ ഡിമാൻഡ് സോണിൽ വന്നാൽ ഒരു ട്രേഡിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. സോ അപ്പോൾ എന്റെ എൻട്രി ആണ് ഈ ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആ ട്രേഡിനകത്ത് എവിടെ എൻട്രി എടുക്കും. ഓക്കെ. എൻട്രി പോയിന്റ് ഇത് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഡിമാൻഡ് സോണിലാണ് എൻട്രി എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് അവിടെ എന്റെ എൻട്രി പോയിന്റ് അവിടെ കൊണ്ടുവച്ചു. രണ്ടാമത്തെ കാര്യം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാന്നുള്ളത്. ടാർജറ്റ് പിന്നീട് നിങ്ങൾ സെറ്റ് ചെയ്താലും ടാർജറ്റിന്റെ പ്ലാൻ നിങ്ങൾ പിന്നീട് വെച്ചാൽ മതി. ഫസ്റ്റ് നിങ്ങൾ എൻട്രി എവിടെ എടുക്കണം എന്നുള്ളതും അതിനകത്ത് എത്ര പിപ്സ് നിങ്ങൾ റിസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ടാർജറ്റിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് നിങ്ങളുടെ പൊസിഷൻ സൈസ് ടൂളിലേക്ക് പോയി ലോങ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ. നേരെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? എന്റെ എൻട്രി ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഐ മീൻ എന്റെ എൻട്രി പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടാർജറ്റിന്റെ കാര്യം വിട്ടേക്ക്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. ഈ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻ വേണം. എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് താഴെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. സം ബ്രീത്തിങ് സ്പേസ്. ഓക്കെ. ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ രണ്ട് കാര്യം, എൻ്റെ എൻട്രി പോയിന്റും കിട്ടി. രണ്ടാമത്തെ കാര്യം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയയും കിട്ടി. ഈ സ്റ്റോപ്പ് ലോസ് ഏരിയ നിങ്ങൾ നോക്കുന്ന സമയം നിങ്ങൾ എത്ര താഴെ കാണുന്നത്? 1.9 പിപ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് വിചാരിക്കും. ഓക്കെ. 1.9 പിപ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 2 വെച്ചെന്ന് വിചാരിച്ചു. ഓക്കെ. അത് ഇറ്റ് ഡസന്റ് മാറ്റർ റൗണ്ട് ഫിഗർ ആക്കണം എന്നില്ല. പക്ഷേ ഒരു എക്സാമ്പിളിന് വേണ്ടി അവിടെ പറയുന്നത്. അപ്പം 2 പിപ്സ് ആണ് ഇവിടെ റിസ്ക് ചെയ്യുന്നത്. അപ്പോൾ ടാർജറ്റ് എത്ര വെക്കുന്നത്? 1:3. അപ്പോൾ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. 1:3 സെറ്റ് ചെയ്തു. അപ്പോൾ 1 പിപ്സ് റിസ്ക്, സോറി 2 പിപ്സ് റിസ്ക് ചെയ്തിട്ട് ഞാൻ എത്ര പിപ്പ് ടാർജറ്റ് എടുക്കുന്നത്? എത്ര പെർസെന്റ് ടാർജറ്റ് എടുക്കുന്നത്? 3% അല്ലെങ്കിൽ 3RR ആണ് ടാർജറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ പിപ്സിനോട് എത്രയാണ് കാണിക്കുന്നത്? 2 അല്ലെ? 2.0. ടാർജറ്റ് എത്രയാണ്? 6.0. അപ്പോൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ലോസിന്റെ. ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ, ഇനി നമുക്ക് പൊസിഷൻ സൈസിംഗിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ പൊസിഷൻ സൈസ് ഞാൻ പറഞ്ഞത് നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ സപ്പോസ് ഒരു $100 ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ. $100 ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്? ക്യാപിറ്റൽ വരുന്നത്. ഈ $100ന്റെ $5 ആണ് നിങ്ങൾ ഈ ഒരു ട്രേഡിനകത്ത് റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. നിങ്ങൾ $5 ആണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് വെച്ചോ. സോ ഈ $5 റിസ്ക് ചെയ്യുന്ന സമയത്ത് 100ന്റെ $5 ആണ് നിങ്ങളിവിടെ റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോറി, ചെറിയ ചുമയുണ്ട്. അപ്പം ഈ $5 റിസ്ക്, അപ്പോൾ ഈ 100ന്റെ $5 റിസ്ക് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ലോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ. ഞാൻ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോട്ട് സൈസ്, അപ്പോൾ ലോട്ട് കാര്യങ്ങൾ നിങ്ങൾ ബേസിക് വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം 100 എന്റെ ക്യാപിറ്റൽ. ഈ ഒരു ട്രേഡിനകത്ത് ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? എന്റെ ക്യാപിറ്റലിലെ $5. അപ്പം ഈ $5 എനിക്ക് റിസ്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ $5 എനിക്ക് ലോസ് ക്ലോസ് ആവണമെങ്കിൽ ഞാൻ എത്ര ലോട്ട് എടുക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിലേക്ക് വരിക. നിങ്ങളുടെ ഇപ്പോൾ എത്രയാണ് നിങ്ങൾ ലോസ് പിപ്സ് റിസ്ക് ചെയ്യുന്നത്? 2.0 അല്ലേ? നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പിപ്സിലാണ് 2.0 എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ എന്തിലേക്ക് മാറ്റിയാൽ മതി? ടിക്സിലേക്ക് മാറ്റിയാൽ മതി. വിച്ച് മീൻസ് 10 ടിക്സ് ഈക്വൽ ടു 1 പിപ്സ്. ഇത് സ്റ്റോക്ക് കറൻസിന്റെ കേസിലാണ്, മെറ്റൽ ഇങ്ങനെയല്ല കാൽക്കുലേഷൻ വരും. ഓക്കെ. 10 ടിക്സ് ഈക്വൽ ടു 1 പിപ്സ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇപ്പോൾ 2.0 എന്നുള്ളത് പിപ്സിലാണ്. അത് നമ്മൾ ടിക്സിലേക്ക് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ടിക്സ് ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? റിസ്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വാല്യൂ നിങ്ങൾ മനസ്സിൽ വെക്കുക. 20 ടിക്സ് ആണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലായ ശേഷം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം എത്രയാണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? $5 അല്ലേ? സോ 5 ഡിവൈഡ് ബൈ 20. ഇത്രയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0.25 ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിവിടെ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് $5 ആണ്. സോ നിങ്ങൾ ഈ 100 ക്യാപിറ്റലിൽ $5 റിസ്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ലോട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം? 0.25 വരെ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാം? റിസ്ക് ചെയ്യാം. ഇനി പോട്ടെ, നിങ്ങൾ $5 റിസ്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ $3 ആണ് റിസ്ക് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ. $5 താഴെ $3 ആണ്. അപ്പോൾ കാൽക്കുലേഷൻ എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങളെ കാൽക്കുലേറ്ററിൽ വരിക. നിങ്ങൾ എത്ര റിസ്കിന് ഉദ്ദേശിക്കുന്നത്? 3 അല്ലേ? സോ 3 ഡിവൈഡ് ബൈ 20 ടൈപ്പ് ചെയ്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 3 ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 20. ഓക്കെ. 0.15 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോട്ട് പ്ലേസ് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്.
നിങ്ങൾ ജസ്റ്റ് എത്രയാണ് നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിപ്സ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഞാൻ എത്ര ഡോളർ റിസ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻ വേണം. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഡിവൈഡ് ബൈ എത്ര ടിക്സ് ആണോ നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ നിങ്ങൾക്ക് എത്ര ലോട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ എന്ത് ചെയ്യും? കാണിക്കും. ഇവിടെ ഇത് നമ്മുടെ കറൻസിയുടെ കേസിലെ മെത്തേഡ് ആണെങ്കിൽ നമ്മുടെ ഗോൾഡിന്റെ കേസിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഗോൾഡിൽ ഈ രീതിയിലല്ല ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് ഒന്ന് എടുക്കാം. ഓക്കെ. സോ XAUSന്റെ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ട്രേഡ്സ് ഞാൻ പ്ലേസ് ചെയ്തില്ല. CMEയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ എൻട്രി ഹിയർ. എസ്എൽ ഞാൻ എബോവ് ദ ഹൈ വെച്ചു വിത്ത് സം ബ്രീത്തിങ് സ്പേസ്. ടാർഗറ്റ് ഞാൻ ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഒരു 1 റൗണ്ട് ഫിഗർ ആയിട്ട് ഞാൻ 1:5 ഡസന്റ് മാറ്റർ പെർസെന്റേജ് ഐ മീൻ റിസ്ക് ഐ മീൻ പ്രോഫിറ്റ് ഏരിയ. ഓക്കെ. സോ ഇവിടെ സെയിം വരുന്ന സമയത്ത് ഗോൾഡിൽ വരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോട്ടിന്റെ കേസിൽ മോസ്റ്റ് ഓഫ് ടൈം നമ്മൾ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കുമ്പോൾ 2 വാല്യൂസ് അല്ലെങ്കിൽ 2 പിപ്സ് 2 ടിക്സിലാണ് വെച്ചാൽ 2 വാല്യൂസ് ആണ് അവിടെ ഉണ്ടാവുക. പക്ഷെ ഗോൾഡിന്റെ കേസിൽ വരുന്ന സമയത്ത് 3യും ഐ മീൻ 3യും 4 ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റോപ്പിന്റെ അവിടെ 4.049 ആൻഡ് ബ്രാക്കറ്റിൽ പേഴ്സൺ ഇവിടെ 404. സോ ഗോൾഡിന്റെ കേസിൽ ഫസ്റ്റ് കാണിക്കുന്നതാണ് ഇതിന്റെ പിക്സ്. ഈ ഒരു വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിപ്സ്. ആൻഡ് സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് 404. ഇതാണ് ആക്ച്വലി ഇതിന് എന്ത് വരുന്നത്? ഫിക്സ് ആയിട്ട് വെച്ചാൽ ഇവിടെ 404 വരുന്ന ഇപ്പൊ നിങ്ങളുടെ ഗോൾഡിന്റെ കേസിൽ ഈ 4-നല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ 404 ഇവിടെ എത്രയാണോ കാണിക്കുന്ന 404 ഐ മീൻ ഈ ഒരു വാല്യൂസിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഗോട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾ എത്ര ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അഗൈൻ നിങ്ങളെ കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങൾ $5 ആണ് റിസ്ക് ചെയ്യുന്നത് വെച്ചോ. സോ 5 ഡിവൈഡ് ബൈ എത്രയാണ് ഇവിടെ വരുന്നത്? 404 404 ഇസിക്കൽ ടു 0.12. ഓക്കെ, ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. ഐ മീൻ നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ ഒന്നും എന്തായാലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങളെ ബ്രോക്കറിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 0.12. അപ്പോൾ നിങ്ങൾ റൗണ്ട് ഫിഗർ ആയിട്ട് എന്ത് ചെയ്യാം? 0.13 എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ട് ദ പ്രോബ്ലം ഈസ് നമുക്ക് ചില ബ്രോക്കറിനകത്ത് ഈ 13 ഒന്നും സമ്മതിക്കില്ല. 0.01 or 0.02. അതിനപ്പുറത്തേക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്യാൻ മിക്ക ബ്രോക്കേഴ്സും സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഫിഗർ ആയിട്ട് 0.02. അപ്പോൾ നിങ്ങൾ 0.02 കൊടുക്കുന്ന സമയത്ത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ $5 റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും വലിയ എമൗണ്ട് റിസ്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ സൈസും കൂടെ ഗോൾഡിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഗോൾഡിന്റെ കേസിൽ മനസ്സിലാക്കുക. സോ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻ വേണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഐ മീൻ പ്രോപ്പർ നിങ്ങൾ എത്ര ഡോളറാണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാല്യൂ നിങ്ങളുടെ കയ്യിൽ വേണം. ദെൻ നിങ്ങൾക്ക് ഇവിടുന്ന് പിപ്സ് അല്ലെങ്കിൽ ടിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നേരെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡെൻ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ സൈസിങ് വെബ്സൈറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻഡസ്ട്രിനകത്ത് ഒരുപാട് പൊസിഷൻ സൈസിങ് വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എന്താ പറയുക ഗൂഗിൾ എടുത്തിട്ട് ലോട്ട് സൈസ് ഫോറക്സ് ലോട്ട് സൈസ് കാൽക്കുലേറ്റർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. സോ എൻ്റെ എപ്പോഴും വൺ ഓഫ് ദി ഫേവറേറ്റ് ആയുള്ള ഒരു വെബ്സൈറ്റ് ആണ് മൈ എഫ് ബുക്കിന്റെ പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞത്. ഇതല്ലാതെ ഞാൻ വേറെ ഒന്നുകൂടി യൂസ് ചെയ്യാറുണ്ട്, വിക്കി എഫ്എക്സിൻ്റെത്. പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വിക്കി എഫ്എക്സ് ലോടാൻ കുറച്ച് സമയം പിടിക്കുക. ഇതും കുറച്ച് സമയം പിടിക്കാറുണ്ട്. ഈ രണ്ട് വെബ്സൈറ്റാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഞാൻ വേണമെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഒന്നെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ കമന്റ് ബോക്സിനകത്തോ കൊടുക്കാം. ഞാൻ ജസ്റ്റ് അത് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ഒരു മൈ എഫ് എക്സ് ബുക്കിന്റെ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത് നിങ്ങളുടെ കറൻസി പെയർ. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങൾ ഏത് കറൻസിനകത്താണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത് നിങ്ങളുടെ അക്കൗണ്ട് കറൻസി. ഓക്കെ, നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് മോസ്റ്റ് കോമൺലി കാണപ്പെടുന്നത് ഡോളർ ആൻഡ് യൂറോ ആൻഡ് പൗണ്ട്. ചിലതിൽ സാറ കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളുടെ കൺട്രീനനുസരിച്ചുണ്ടാവും. ആൻഡ് തേർഡ് നിങ്ങളുടെ അക്കൗണ്ട് സൈസ്. നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര വെച്ചാൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ആണ്, നോട്ട് ബേസ്ഡ് ഓൺ ഐ മീൻ ഡോളർ. അപ്പൊ യാ സിമിലർ, ബട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പെർസെൻറ്റേജ് നമ്മൾ മുമ്പത്തെ കേസിൽ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോളറിന്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ പെർസെൻറ്റേജ് ആണ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സൈസ് $10,000 അക്കൗണ്ട് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ $10,000 1% ആണ് നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര പെർസെൻ്റ് ആണ് നിങ്ങൾ ഇവിടെ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ എത്ര പിപ്സ് ആണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇത്രയും കാര്യം ടൈപ്പ് ചെയ്ത് ഈ ഒരു വാല്യൂ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് കാൽക്കുലേറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര ലോട്ട് സൈസ് വരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കാണിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതിനുവേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് സെയിം എന്ത് വേണം? പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ വേണം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഗോൾഡിൽ നോക്കാം.
സോ ഗോൾഡ് കറൻലി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ മൈ എഫ് എക്സ് ബുക്കിലേക്ക് വരാം. ഇവിടെ യൂറോ യൂഎസ്ഡിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് കറൻസിയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെല് പേരിൽ ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് XAU USD. ഓക്കെ, XAU ഇവിടെ XAUSD കിട്ടി. രണ്ടാമത് എൻ്റെ കറൻസി അക്കൗണ്ട് സൈസ് US ഡോളറിൽ തന്നെയാണ് വരുന്നത്. രണ്ടാമത് എൻ്റെ അക്കൗണ്ട് സൈസ് ഞാൻ കൊടുക്കാം. സപ്പോസ് ഞാൻ $100 ഇവിടെ $10,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ $10,000 എത്ര പേഴ്സണേജ് റിസ്ക് ആണ് ഉദ്ദേശിക്കുന്നത് കൊടുക്കാം. 1% എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ 0.5 ആണെങ്കിൽ നിങ്ങൾ 0.5 ആണെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, 0.5 നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നെക്സ്റ്റ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ഏരിയ നിങ്ങൾ എത്ര പിപ്സ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് റിസ്ക് ചെയ്യണമെന്നുള്ളത്. എഗൈൻ നിങ്ങളുടെ MT4 ടേറിംഗ് വീല് വരാം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ 4 അല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ ടിക്സ് വാല്യൂ കൊടുക്കുന്നത് 404. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് 404 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലോട്ട് സൈസ് ട്രേഡ് സൈസ് ഇവിടെ ലോട്ട്സ് 1 എത്രയ്ക്ക് മാറണം, 0.001 മാറണം. ഇതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഇത്രയും ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ക്യാപിറ്റലിനെ 0.5 റിസ്ക് ചെയ്തിട്ട് എനിക്ക് 404 ടിക്സിൽ അല്ലെങ്കിൽ പിപ്സിൽ എത്ര ലോട്ട് വരെ എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടി പറ്റും, 0.12 ലോട്ട് വരെ എനിക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, പർച്ചേസ്. അപ്പോൾ 0.12 റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഡോളറുടെ റിസ്ക് വരുന്നത്, 0.50 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ സെയിം ഇത് കറക്റ്റാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ എടുക്കാം. സോ ഞാൻ എൻ്റെ അക്കൗണ്ട് സൈസ് എത്രയാണ് വരുന്നത്, $10,000. അപ്പം അതിൻ്റെ 0.5 റിസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ $50. ഓക്കെ, സോ 50 ഡിവൈഡ് ബൈ എത്ര വരുന്നത്, 404 അല്ലേ, 404 ആണ് ഈക്വൽ ടു എത്ര വരുന്നത്, 0.12. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല. നിങ്ങൾക്ക് ആകെ ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് 2 വാല്യൂസ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 0.12 ലോട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ആക്ച്വലി $50 അല്ല നിങ്ങൾക്ക് ലോസ് സംഭവിക്കാം. ഐ മീൻ പ്രോഫിറ്റ് ലോസ് കിട്ടുവാണെങ്കിൽ കറക്റ്റ് $50 അല്ല പോയാണ്. ഗോൾഡിൻ്റെ കേസിൽ കാൽക്കുലേഷൻ കുറച്ച് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് $50 റിസ്ക് ആണ്, എനിക്ക് ഇവിടെ എത്ര ലോട്ട് വരെ ഗോൾഡ് പ്ലേസ് ചെയ്യാം, 0.12 ലോട്ട് വരെ എനിക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ഇതേ സെയിം സാധനം കറൻസിയിൽ വരുമ്പോൾ എങ്ങനെ വെച്ച് നോക്കാം. സോ ഞാൻ നേരെ അഗൈൻ ബാക്ക് ടു മുമ്പത്തെ എക്സാമ്പിളിലേക്ക് എടുക്കുന്നുണ്ട്. ODUSD ഞാൻ ODUSD ഒരു ചാർട്ട് എടുത്തു. ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ സ്റ്റോപ്പ് എത്ര വരുന്നത്, 2.0. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നേരെ ട്രേഡ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൽ വരാം. നിങ്ങൾ കറൻസി ഏതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ എന്നോട് ODUSD ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എൻ്റെ ക്യാപിറ്റൽ $10,000 ആൻഡ് റിസ്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ എത്ര പിപ്സ് ആണ് റിസ്ക് ചെയ്യുന്നത്, 2 പിപ്പ് അല്ലേ. ഓക്കെ, ഞാൻ ഇവിടെ 20 അല്ല ടൈപ്പ് ചെയ്യുന്നത്, ടിക്സ് അല്ല പിപ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 2 പിപ്പാണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുക്കാം. ഓക്കെ, സോ $10,000 വെച്ചിട്ട് 0.5 റിസ്ക് വരെ എനിക്ക് എത്ര ലോട്ട് വരെ പ്ലേസ് ചെയ്യാം, 2.5 ലോട്ട് വരെ സ്റ്റാൻഡേർഡ് ലോട്ട് വരെ എനിക്ക് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് കറക്റ്റ് ആണോ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. ഗെയിം $50 ആണ് റിസ്ക് ചെയ്യുന്നത്. എത്ര പിപ്പാണ് എനിക്ക് ഇവിടെ റിസ്ക് ചെയ്യുന്നത്, 2 അല്ലേ. എത്ര വരുന്നുണ്ട്, ഓ സോറി, $50 ആണ് റിസ്ക് ചെയ്യുന്നത്, ഡിവൈഡ് ബൈ 2.27. ഓക്കെ, ചെറിയൊരു ഞാൻ 22 ആണല്ലോ കൊടുത്തത്. ഓ ഷിറ്റ്, 50 ഡിവൈഡ് ബൈ, ഓക്കെ, ഓ സോറി, ഇവിടെ നമ്മൾ ഇതിൽ കൊടുക്കണ്ടേ, ടൂലല്ല കൊടുക്കണ്ടേ, 2 വാല്യൂസ് കൊടുക്കണ്ടേ. ഓ ഷിറ്റ്, സോ 50 ഡിവൈഡ് ബൈ 20. ഓക്കെ, സോ 2.5. ഓ സോറി കേട്ടോ. ഓക്കെ, 2.5. അപ്പോൾ ഈ ഒരു വാല്യൂ എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ആയിട്ട് എന്താണ് കറക്റ്റ് ആണ്. സോ ഇത്രയും എളുപ്പമായുള്ള ഒരു മെത്തേഡാണ് നിങ്ങളുടെ ലോട്ട് സൈസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് MT5 ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ സൈസ് ടൂൾ എന്ന് പറയുന്നത്. അതിനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത് MT4നും MT5നും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡെപ്ത് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലോട്ട് സൈസ് കാൽക്കുലേഷനിൽ എന്തെങ്കിലും സ്റ്റിൽ ഇൻ എക്സിസ്റ്റിംഗ് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിനകത്തോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്തോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലോ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇത്തരം വെബ്സൈറ്റിന് ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് കറൻസി വെച്ചാൽ USD കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് പെയർ ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്ററിലായതുകൊണ്ട് നമുക്കവിടെ $US കോറിലേറ്റഡ് ആയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, ഡോളറിന്റെ ബേസിലാണ്, അല്ല യൂറോന്റെ ബേസിലോ പൗണ്ടിന്റെ ബേസിലോ ഒന്നുമല്ല നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഇത് ഫോണിനകത്തും എല്ലാം അവൈലബിൾ ആണ്, ഫ്രീ റിസോഴ്സ് ആണ്, ക്യാഷ് ഒന്നും കൊടുക്കേണ്ട
ആവശ്യം ഇല്ല. സോ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ലോട്ട് സൈസ് ട്രേഡിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നിങ്ങൾ ഈവൻ ടിപി സെറ്റ് ചെയ്യാൻ വിട്ടു പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ദെൻ കറക്റ്റ് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. പിന്നെ ഇതിനകത്തൊരു എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് ഫണ്ടഡ് അക്കൗണ്ടിനകത്ത് എങ്ങനെയാണ് മണി മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഞാൻ പേഴ്സണലി പറയുന്നത് നിങ്ങള് മാക്സിമം 1% മാത്രം ഒരു ട്രേഡിനകത്ത് റിസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് 0.5 0.5 ഓക്കെയാണ്. പക്ഷെ അതിൽ താഴോട്ട് നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയുള്ള ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഓൾസോ ഇത്തരം ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള ഒരുപാട് കണ്ടന്റ്സ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കണ്ടന്റും എവറിത്തിങ് ഓക്കെ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സോ ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ട്രേഡിംഗ് പഠിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.